ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കറൻലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ബിറ്റ് കോയിൻ ട്രേഡ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $66,000 റേഞ്ചിലാണ്. ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടനവധി ആളുകൾ മൈൻ ചെയ്തിട്ടുള്ള നോട്ട് കോയിൻ്റെ ലിസ്റ്റിംഗ് ഇന്നാണ്. കുറേ അധികം ആളുകൾക്ക് വിഡ്രോവലിൻ്റെ കാര്യത്തിൽ കുറേ ഡൗട്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് പെട്ടെന്നൊന്ന് പമ്പാവാനായിട്ടുള്ള റീസൺ എന്താണെന്നും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഗൈസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഒന്ന് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു ടെലഗ്രാം ചാനലായിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സോ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നേരത്തെയുള്ള മെമ്പേഴ്സ് പെട്ടെന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പുതിയ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുതൽ ഈ ഒരു ചാനലിലായിരിക്കും നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പഴയ ഗ്രൂപ്പിൽ ഇനി തൊട്ട് നമ്മൾ അപ്ഡേറ്റ്സുകൾ ഇടുന്നുണ്ടാവില്ല. ഈ ഒരു ഗ്രൂപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബിങ്എക്സ് എക്സ്ചേഞ്ചിൽ ഇപ്പം ഒരു ഷിബ ഇന്നുവിൻ്റെ എയർ ഡ്രോപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്കിവിടെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ എത്രത്തോളം വോളിയം ജനറേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്കിവിടെ ഷിബ ഇന്നു കോയിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. ഈ ഒരു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് KYC കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് വോളിയം ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ നമുക്ക് റിവാർഡ്സ് കിട്ടുന്നത്. $1,000 വോളിയം ഉണ്ടാക്കുകയാണെങ്കിൽ 1000 ഷിബ്, അതുപോലെ തന്നെ 10,000 ആണെങ്കിൽ 5,000 ഷിബ്, അതുപോലെ തന്നെ 50,000 ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം $10 ബോണസ് കിട്ടുന്നതായിരിക്കും. ഈ ട്രേഡിംഗ് ബോണസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാവുന്നതാണ്. ആ ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് വരുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ടും പറ്റും. സോ തീർച്ചയായിട്ടും ഈ ഒരു ഇവൻറ്റും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ പെട്ടെന്നൊരു അപ്വേർഡ് മൊമെൻറ്റം ഉണ്ടാവാനായിട്ടുള്ള കാരണമാണ്. തീർച്ചയായിട്ടും ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് നമുക്ക് US CPI ഡാറ്റേൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. US CPI ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് ഏപ്രിൽ മാസത്തെ CPI ഡാറ്റ 3.4% ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡാറ്റ തന്നെയാണ്. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത അതേ റേഞ്ചിലേക്ക് തന്നെയാണ് CPI ഡാറ്റ വന്നിട്ടുള്ളത്. അത് മാർക്കറ്റിന് എന്തായാലും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ പമ്പായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 62,000 റേഞ്ചിൽ നിന്ന് 66,000 വരെ പമ്പായിട്ടുണ്ട്. എതേറിയൊക്കെ $3,000 മേലേക്കും പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ആൾട്ട് കോയിൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പമ്പും ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചായിരിക്കും നമുക്കിനി അടുത്ത FOMC മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അടുത്ത FOMC മീറ്റിംഗ് വരെ നമുക്ക് കാത്തിരിക്കാം. മേ ബി കൂടുതൽ ചാൻസും ഇൻട്രസ്റ്റ് റേറ്റ് പോസ് ചെയ്യാനായിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു പമ്പും കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോട്ട് കോയിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നിങ്ങൾ നോട്ട് കോയിൻ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നോട്ട് കോയിൻ ഇൻ്റർഫേസിൽ കാണുന്നത് ഇതുപോലെയായിരിക്കും, 0 ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് കണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വിഡ്രോ ചെയ്ത ആ ഒരു നോട്ട് കോയിൻസ് ലിസ്റ്റിങ്ങിന് തൊട്ട് മുന്നേ എക്സ്ചേഞ്ചിൽ വരും എന്നാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ OKX ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും OKX യൂസേഴ്സിനൊക്കെ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ബൈബിറ്റിൽ ഇപ്പം ഡെപ്പോസിറ്റിന് ചെറിയ കൺജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് പറ്റുന്നത്. ബൈബിറ്റിലും നിങ്ങൾക്ക് നോട്ട് കോയിൻ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾ നിങ്ങളുടെ ടെലഗ്രാം വാലറ്റിലേക്കാണ് വിഡ്രോ കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നോട്ട് കോയിൻ ഇവരുടെ വാലറ്റിലേക്ക് വരും എന്നാണ് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ലിസ്റ്റിങ്ങിന് മുന്നേ തന്നെ നമ്മുടെ ടെലഗ്രാം വാലറ്റിലും നോട്ട് കോയിൻ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് വിഡ്രോയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. OKX യൂസ് ചെയ്യുന്ന ഇന്ത്യക്ക് പുറത്തുള്ള കുറച്ച് ആളുകൾ അവർക്ക് വിഡ്രോയിലും കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം
5:30ക്കാണ് നോട്ട് കോയിൻ്റെ ലിസ്റ്റിംഗ് എല്ലാവിധ എക്സ്ചേഞ്ചുകളിലേക്കും അനൗൺസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കുഴപ്പമില്ലാത്ത രീതിയിലേക്കുള്ള ഒരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടും എന്ന് തന്നെ കരുതുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 0.005-നും $0.01 ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു 500 to 1 ബില്യൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ ആളുകൾക്കുള്ള ഡൗട്ടാണ് ഇത് ഹോൾഡ് ചെയ്യണോ അതോ വിൽക്കണോ എന്നുള്ളത്. തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് കിട്ടിയ ആളുകളെല്ലാവരും സെല്ല് ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഡംപ് കിട്ടുമായിരിക്കും. ആ ഒരു ഡംപിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് കുറച്ച് നോട്ട് കോയിൻ വേണമെങ്കിൽ വാങ്ങിച്ച് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ബുൾ റണ്ണിൽ ടോൺ എക്കോസിസ്റ്റത്തിൽ വരുന്ന പ്രൊജക്റ്റുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇൻക്ലൂഡിങ് ടോൺ. അങ്ങനെയാണെങ്കിൽ ടോണിലിപ്പം വന്നിരിക്കുന്ന ലീഡിങ് പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു നോട്ട് കോയിൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഈ ടോക്കൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആണെങ്കിൽ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫെയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് ഉള്ളത്. സോ ഇതിൽ ചെറിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നോട്ട് കോയിൻ്റെ നിങ്ങളുടേതായിട്ടുള്ള പ്രൈസ് പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. പുതിയ ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുതൽ അതിലായിരിക്കും നമ്മൾ റെഗുലർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.